ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DMLT കോഴ്സിനെ കുറിച്ചാണ്, അതായത് ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. അപ്പോൾ ഇതെന്നോട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ കൂടെയാണ്. ഇതെത്ര ഡ്യൂറേഷൻ വരുന്ന കോഴ്സാണ്, സാലറി ഉണ്ടാകുമോ, ജോബ് ഓപ്പർച്യൂണിറ്റീസ്, എലിജിബിലിറ്റി എന്താണ്, ഇതെല്ലാം ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കാം. DMLT എന്ന് പറയുന്നത് ഒരു 2 ഇയർ ഡിപ്ലോമ കോഴ്സാണ്. നിങ്ങൾക്കറിയാം, DMLT സ്റ്റുഡൻസ് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞവർ ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസിലും ക്ലിനിക്കൽസിലും ഒക്കെ രോഗം കണ്ടെത്താൻ, അതായത് പേഷ്യൻസിൻ്റെ സാമ്പിളുകൾ പരിശോധിച്ച് ആ രോഗം റിസൾട്ടുകൾ കണ്ടെത്താണ് ഒരു ലബോറട്ടറി ടെക്നീഷ്യൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽസിൻ്റെ മെഷീനുകളുടെ പ്രവർത്തനമൊക്കെ ചെയ്യുന്നതിന് ഡോക്ടറെ സഹായിക്കുന്ന ഒരു DMLT സ്റ്റുഡൻ്റാണ്. ഇതിനായിട്ട് നിങ്ങൾക്ക് +2-ന് 40% മുകളിൽ മാർക്കുണ്ടായിരിക്കണം. DMLTയും BSc MLTയും വേറെ വേറെ കോഴ്സാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പലർക്കുള്ളൊരു ഡൗട്ടാണത്. നമ്മുടെ DMLT കോഴ്സ് LBS വഴിയാണ് രജിസ്ട്രേഷനോ പ്രോസസ്സുകളോ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളൊക്കെ നടത്തുന്നത്. അത് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴിയാണ് ഗവൺമെൻറ് കോളേജുകൾ ഫില്ല് ചെയ്യുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് 3 സബ്ജക്റ്റുകളാണ് ഈ കോഴ്സിന് പഠിക്കാനുള്ളത്. 1 ബയോ കെമിസ്ട്രി, 2 ഹിസ്റ്റോപത്തോളജി, ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഹെമറ്റോളജി. 3ാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് മൈക്രോബയോളജിയാണ്. +2 സയൻസ് പഠിച്ചവർക്ക്, അതുപോലെ തന്നെ VHSC ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിച്ചവർക്കും DMLT എടുക്കാം. സയൻസ് എടുത്തവർക്കാണ് ഗവൺമെൻറ്റിൽ പഠിക്കാൻ കഴിയുക. ഇതൊരു ഡിപ്ലോമ കോഴ്സ് ആയതുകൊണ്ട് തന്നെ മറ്റ് സബ്ജക്റ്റ് എടുത്തവർക്കും പ്രൈവറ്റ് കോളേജസിലെല്ലാം പഠിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ഒട്ടനവധി ജോലി സാധ്യതകളുള്ള കോഴ്സാണ് DMLT എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിനകത്തു വരുന്ന ഗവൺമെൻറ് മെഡിക്കൽ കോളേജസുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഓഫ് ട്രിവാൻഡ്രം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ, അക്കാദമി ഓഫ് സയൻസസ് പെരിയാരം, പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട് പാരാമെഡിക്കൽ സയൻസസ് ട്രിവാൻഡ്രം. പിന്നെ ഒരു ഗവൺമെൻറ് കോളേജുകളാണ് വരുന്നത്. മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പാരാമെഡിക്കൽ സയൻസസ് ശ്രീസ്ത PO കണ്ണൂർ. അപ്പോൾ ഇതെല്ലാമാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസുകൾ. പിന്നെ നിങ്ങൾക്കുള്ളൊരു ഡൗട്ടായിരിക്കും, DMLT പഠിച്ചാലുള്ള ജോലി സാധ്യത നമ്മുടെ കേരളത്തിലായാലും പുറത്തായാലും നമുക്ക് വേറെ കൺട്രീസിലൊക്കെ ആയാലും ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സാണ് DMLT എന്ന് പറയുന്നത്. നിങ്ങൾക്ക് DMLT പഠിച്ചു കഴിഞ്ഞ ശേഷം, അതായത് DMLT ശേഷം BMLT ബാച്ചിലർ ഓഫ് മെഡിക്കൽ കോഴ്സ് ചെയ്യാവുന്നതാണ്. അത് 3 ഇയർ കോഴ്സാണ്. ഇങ്ങനെ ജോലി സാധ്യതകൾ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ലബോറട്ടറി അനലിസ്റ്റ്, പത്തോളജി ടെക്നീഷ്യൻ, മെഡിക്കൽ കോഡർ, മെഡിക്കൽ റൈറ്റർ, ലബോറട്ടറി സ്റ്റാഫ്, ബ്ലഡ് ബാങ്കിങ് ടെക്നീഷ്യൻ, എഡ്യൂക്കേഷൻ കൺസൾട്ടൻറ്റ് എന്നിവയെല്ലാമായി വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഹയറായി പഠിക്കണമെന്നുണ്ടെങ്കിൽ DMLT കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് BMLT, അതായത് ബാച്ചിലർ ഓഫ് മെഡിക്കൽ കോഴ്സ് ചെയ്യാവുന്നതാണ്. ഈ BMLT എന്ന് പറയുന്നത് ഒരു 3 ഇയർ പ്രോഗ്രാമാണ്. ഇനി ഇതിൻ്റെ സാലറി എന്ന് പറയുന്നത് ആനുവലായിട്ട് 2 മുതൽ 4 ലക്ഷം വരെ നിങ്ങൾക്ക് ആനുവൽ സാലറി ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഇത് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന് ഹോസ്പിറ്റൽസിലും ക്ലിനിക്സിലൊക്കെ വർക്ക് ചെയ്യാവുന്നതുമാണ്. പിന്നെ കുട്ടികൾ എന്നോട് ചോദിച്ചൊരു ഡൗട്ടാണ്, ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. ഒരു 4 വർഷം മുമ്പൊക്കെ 6900 രൂപയാണ് ഇതിൻ്റെ ഫീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2025 ആയതോടുകൂടി ചെറിയൊരു ഫീ വേരിയേഷനൊക്കെ വന്നിട്ടുണ്ടാവും. എന്നാലും ഗവൺമെൻറ് ആയതുകൊണ്ട് അധികം ഫീ വരില്ല നിങ്ങൾക്ക് പഠിക്കാൻ. പ്രൈവറ്റ് ആയാൽ അവർ പറയുന്ന തുക നമുക്ക് അടയ്ക്കേണ്ടി വരും. 2025 കറക്റ്റ് ഫീ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ DMLTയുടെ പ്രോസ്പെക്റ്റസ് വന്നാൽ തന്നെ പറയാൻ പറ്റുള്ളൂ. അത് വന്ന ശേഷം ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി DMLT കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാവുന്നതാണ്. ഇനി മറ്റു കോഴ്സ് ഡീറ്റെയിൽസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.